വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. നിങ്ങൾ സുരക്ഷിതരാണെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അതായത് നമ്മുടെ സ്വന്തം അരിയുണ്ട എന്ന് പറയുമ്പോൾ ഒരുപാട് നൊസ്റ്റാൾജിക് ഓർമ്മകളുള്ള റെസിപ്പിയാണ് അല്ലേ? നിങ്ങൾക്ക് ചെറുപ്പത്തിലേ നമ്മൾ എത്ര കഴിച്ചിട്ടുണ്ട് അരിയുണ്ട. അപ്പോൾ അരിയുണ്ടനെ പറ്റിയുള്ള കഥകളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അരിയുണ്ട ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ലോക്ക്ഡൗൺ ആണ്, വീട്ടിലെല്ലാവരും ഇരിക്കുന്ന സമയമാണ്, പ്രത്യേകിച്ച് മക്കള് കൂടെ ഉണ്ട്. അപ്പോൾ എപ്പോഴും വിശപ്പുള്ളൊരു സമയമാണ് അല്ലേ? ഇപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും വിശക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഇതേപോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഉണ്ടകീതൊക്കെ കൊടുക്കുക. അപ്പോൾ അവർക്ക് കുറേ നേരത്തേക്ക് വിശക്കില്ല. മാത്രമല്ല ഇത് എപ്പോഴും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കാരണം അരി എപ്പോഴും ഉണ്ടാവും നമ്മുടെ കൂടെ, നമ്മുടെ അടുത്ത്. അതുപോലെ തന്നെ ശർക്കര ഉണ്ടാവും, പിന്നെ തേങ്ങയും മിക്കവാറും വീടുകളിൽ ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് റെസിപ്പീസ് ചെയ്യാൻ. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വേറൊരു സംശയം ഞാൻ തീർത്തു തരാം. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇപ്പൊ ചേന വെച്ചുള്ള റെസിപ്പി, ഞാൻ ചേന വെച്ചുള്ള റെസിപ്പി ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ വീണ്ടും ചെയ്യുന്നേക്കാളും പകരമായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ വീണാസ് കറികളിൽ ചേന അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുള്ള ചേന വെച്ചുള്ള എല്ലാ റെസിപ്പീസും നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഇപ്പൊ കുമ്പളങ്ങ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് വീണാസ് കറികളിൽ നിന്ന് മുന്നിൽ അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ഇൻഗ്രീഡിയൻ്റ് ആണ് വേണ്ടത് അതങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ റെസിപ്പീസും കിട്ടും. ഓൾമോസ്റ്റ് എല്ലാ നാടൻ റെസിപ്പീസും ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനിയും തീർച്ചയായിട്ടും വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പം അങ്ങനെ ഒന്ന് നോക്കിയാൽ മതിയാകും കേട്ടോ. കാരണം നമ്മുടെ ഇപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇപ്പോഴും പുറത്ത് പോകാൻ പറ്റില്ല. അപ്പം നമ്മുടെ വീട്ടിലുള്ള പ്രത്യേകിച്ചും പൾസസും എപ്പോഴും കേടാവാത്ത ഐറ്റംസും വെച്ചിട്ടും ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക, അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഭക്ഷണം പാഴാക്കാതിരിക്കുക. അപ്പോൾ ഒട്ടും താമസിക്കണം നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള അരിയുണ്ട തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അരിയുണ്ട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ കുറേ നാളുകളായി നിങ്ങൾ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ട റെസിപ്പി ആയിരുന്നു അല്ലേ അത്? ഓക്കെ, എല്ലാത്തിനും അതിൻ്റേതായൊരു സമയമുണ്ടെന്ന് പറയുന്നത് സത്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് മട്ട അരി, നമ്മൾ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന മട്ട അരി. പുഴുങ്ങലരി ഉപയോഗിക്കാം നമുക്ക്, പക്ഷെ പച്ചരി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു അരി വെച്ച് ചെയ്യുമ്പോഴാണ് റിയൽ ആയിട്ടുള്ള സ്വാദ് കിട്ടുകയുള്ളൂ. അപ്പോൾ മട്ടരി അല്ലെങ്കിൽ പുഴുങ്ങലരി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് മട്ടരിയാണ്. ഈ മട്ടരി ആദ്യം തന്നെ നന്നായിട്ട് വാഷ് ചെയ്യാം. കാരണം ഇതിൽ നിറയെ അഴുക്കുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് വെള്ളം കളഞ്ഞതിന് ശേഷം എടുത്തു വെക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിൽ നമ്മൾ ആ വാഷ് ചെയ്ത ശേഷം ഇട്ട് വെച്ചാൽ മതി. അതിൻ്റെ കംപ്ലീറ്റ് വെള്ളം മുഴുവനും പോയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അതങ്ങ് വറുത്തെടുക്കണം. ഇത് വറുത്തെടുക്കുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇച്ചിരി ക്ഷമയോട് കൂട്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് എടുത്തിട്ട് വറുത്തെടുക്കണം. ബാക്കിയൊക്കെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ അതിന് വേണ്ടി ഒരു കടായി വെക്കുക. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം എൻ്റെ അടുത്ത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു കടായിയാണുള്ളത്, അതിൽ വെച്ച് നമുക്കങ്ങ് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ഒരു കടായി എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ചെറിയൊരു അളവിലാണ് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കറക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കൂടുതൽ അളവിൽ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇത് കുറച്ച് ദിവസം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഈ ഒരു കടായിലോട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാത്ത വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഒരുപാട് ഓർമ്മകൾ ഉള്ളൊരു ഡിഷാണ്. കാരണം എൻ്റെ ചെറുപ്പത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു ഡിഷുകളിൽ ഒന്നായിരുന്നു ഇത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിരുന്നിനൊക്കെ പോകുമ്പോൾ എല്ലാ വീട്ടിലും ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും ഈ ചായയുടെ കൂടെ കൊണ്ടുപോയിക്കുന്ന പലഹാരങ്ങളിൽ ഒന്നായിരുന്നു ഈ അരി ഉണ്ടാന്ന് പറയുന്നത്. അപ്പോൾ ചില വീടുകളിലൊക്കെ പോകുമ്പോൾ അത് പക്ഷേ ഞാൻ ഉണ്ടാക്കണ പോലെ അല്ല കേട്ടോ, വലിയ സൈസിലാണ് ഉണ്ടാക്കി വെക്കുക അവർ. എന്നിട്ട് അത് നമ്മൾ നിർബന്ധിച്ച് അവർ നമ്മളെ കൊണ്ട് എടുപ്പിക്കും. കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ സാധനം വാഴയിൽ വെച്ച് പൊട്ടില്ല, അത്രയും കട്ടിയായിരിക്കും. അതുകൊണ്ട് എറിഞ്ഞു കഴിഞ്ഞ ഒരാൾക്ക് ചത്തു, അതുപോലെ കട്ടിയിലാണ് ഇരിക്കുക. അപ്പോൾ നമ്മളൊരു കടിക്കുകയും ചെയ്യും, പക്ഷെ നമുക്ക് കടിച്ച സാധനം പിന്നെ തിരിച്ചെടുത്ത് വെക്കാൻ പറ്റില്ല, അത് മുഴുവനും കഴിക്കണം. അപ്പോൾ അതൊരുമാതിരി ജയിൽ ശിക്ഷ പോലെയായിരുന്നു, ഒരു ശിക്ഷ പോലെയായിരുന്നു. ഇത് മുഴുവനും കഴിച്ചിട്ട് അവിടെ നിന്ന് ഇരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് നിന്ന് അമ്മ കണ്ണുരുട്ടി കാണിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് ഓർമ്മകളുള്ള റെസിപ്പിയാണത്. ശർക്കര ഉരുക്കിയിട്ട് അതിലോട്ട് ഇട്ട് ഇങ്ങനെ വിളയിച്ച പോലെ ആക്കുന്നെങ്കിൽ ഒരുപാട് കട്ടിയായിട്ടിരിക്കും. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് രീതിയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കട്ടിയിലിരിക്കണം എന്നുണ്ടെങ്കിൽ ശർക്കര നന്നായി ഉരുക്കിയിട്ട് അതിലോട്ട് ഇട്ട് എല്ലാം കൂടി മിക്സ് ചെയ്താൽ മതി. പക്ഷേ ഞാനത് പ്രിഫർ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അരിയുണ്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ വർത്താനം പറഞ്ഞിരിക്കുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇച്ചിരി സമയം എടുത്തിട്ട് വറക്കണം. അപ്പോൾ ഒരു 15 മിനിറ്റോളം കഴിയുമ്പോൾ ഇതിങ്ങനെ നല്ല കളർ മാറുകയും ചെയ്യും. മാത്രമല്ല ഇതിങ്ങനെ പൊട്ടാൻ തുടങ്ങും, നല്ല സൗണ്ട് വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എള്ളുണ്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എള്ള് പൊട്ടില്ല, അതുപോലെ തന്നെ ഈ സംഭവം അരി ഇങ്ങ് പൊട്ടാൻ തുടങ്ങും. ആ അരി പൊട്ടാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് പതുക്കെ അതങ്ങ് മാറ്റി ഇതിനെ ചൂടാറാൻ അനുവദിക്കണം. അപ്പോൾ അതുവരെ
അങ്ങ് പതുക്കെ മീഡിയം ഫ്ലെയിമിൽ ഇതങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ കളർ മാറാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ കുക്കാവും, മറ്റേ സൈഡ് അങ്ങ് കുക്കാവില്ല എന്ന് വെച്ചാൽ ബ്രൗൺ കളർ ആവില്ല. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയൊക്കെ ഭയങ്കര ഈസിയാണ് ചെയ്യാൻ. അപ്പോൾ അത് നമുക്ക് സമയം എടുത്ത് അങ്ങ് ഫ്രൈ ചെയ്യാം. കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ? പൊട്ടുന്ന സൗണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാൻ മറക്കരുത് കേട്ടോ. 12 മുതൽ 15 മിനിറ്റ് വരെ ഓരോ അടപ്പനുസരിച്ച് മാറ്റം വരുവേ. അപ്പോൾ നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതങ്ങ് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ചൂടാറിയതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഏകദേശം ആയിട്ടുണ്ട്. നമ്മുടെ അരിപ്പയിലോട്ട് തന്നെ ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ചൂടാറാൻ വേണ്ടിയിട്ടാണ് അരിപ്പയിലോട്ട് തന്നെ ഞാൻ ഇടുന്നത്. അപ്പോൾ അതിലിരുന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുക്കണം. ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടും പൊടിക്കാം, അല്ലെങ്കിൽ മീഡിയം സൈസ് ജാറിലിട്ടിട്ടും പൊടിക്കുന്നത് വെച്ചാൽ നല്ല നൈസായിട്ട് പൊടിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ നൈസായിട്ട് പൊടിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒന്ന് അരിച്ചെടുക്കാതിന് ശേഷം അരിച്ച് കിട്ടുന്നത് വീണ്ടും ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചാൽ മതിയാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത്. ഇപ്പോൾ നല്ല ചൂടുണ്ട്. ഇപ്പോൾ പൊടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിക്സി അങ്ങ് പെട്ടെന്ന് ചൂടാവും, മുകളിലേക്ക് അങ്ങ് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ചൂടോടുകൂടി ഒരു സാധനവും മിക്സിയിലിട്ട് അങ്ങ് അരച്ചെടുക്കാനോ പൊടിക്കാനോ പാടുള്ളതല്ല. കാരണം ഒരുപാട് കുട്ടികൾ കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികളൊക്കെ ചെയ്യുന്ന അബദ്ധങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അബദ്ധമാണത്. കാരണം നമുക്ക് ഒരുപാട് സിവിയർ ആയിട്ടുള്ള ഇഞ്ചുറീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ചും പൊള്ളാനുള്ള ചാൻസാണ്. മുഖത്തേക്കൊക്കെ തെറിക്കും. ഫോഴ്സോട് കൂടി നമ്മുടെ മിക്സിയുടെ ലിഡൊക്കെ തെറിച്ച് പോയി കഴിഞ്ഞാൽ മുഖത്ത് പൊള്ളാനും അല്ലെങ്കിൽ വളരെ വലിയ അപകടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കാം. ചൂടാറിയതിന് ശേഷം മാത്രം സാധനങ്ങൾ അരച്ചെടുക്കാനോ പൊടിച്ചെടുക്കാനോ പാടുള്ളൂ കേട്ടോ. ഞാൻ എടുത്തെടുത്ത് പറയുന്നത് നമുക്ക് ഓരോ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ അരി ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാനിവിടെ ഇതേപോലത്തെ 3 കഷ്ണം ശർക്കര നന്നായിട്ടങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ഒരു കല്ലുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പൊടിച്ചെടുക്കാം. അല്ലെങ്കിൽ വീട്ടിൽ അമ്മയൊക്കെ ആണെങ്കിൽ അമ്മാമ്മയൊക്കെ കത്തി വെച്ചിട്ട് ചെയ്യാറാണ് പതിവ്. പക്ഷേ എനിക്ക് അതിനുള്ള ക്ഷമയില്ല, കുറേ സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള ഇതിൽ വെച്ച് അടിച്ചെടുക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അരി കൊണ്ട് ഒരിക്കലും ഒരുപാട് കട്ടിയാവില്ല. അതേസമയം ഇപ്പം നിങ്ങൾക്ക് ഇതിലിപ്പോൾ ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ശർക്കര ആയതുകൊണ്ട് എനിക്കറിയാം ഇതിൽ കല്ലും മണ്ണും ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. അതേസമയം നിങ്ങൾക്കിപ്പോൾ സംശയമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ശർക്കരയിൽ കല്ലോ മണ്ണോ ഉണ്ടോ എന്ന് സംശയം തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 കഷ്ണം ശർക്കര ഒരല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. എന്നിട്ട് അത് ഒരു അരിപ്പയിൽ കൂടെ അരിച്ചെടുത്ത് വെച്ചിട്ട് അതിലോട്ട് തേങ്ങയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. പക്ഷേ ഞാനത് പ്രിഫർ ചെയ്യുന്നില്ല. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഉണ്ടയ്ക്ക് ഭയങ്കര കട്ടി കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒന്നില്ലെങ്കിൽ ചതച്ചെടുക്കുക അല്ലെങ്കിൽ ചീകിയെടുക്കുന്ന ശർക്കരയിലോട്ടാണ് നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ തേങ്ങ ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 3 ടേബിൾ സ്പൂണാണ്. 1 കപ്പ് അരിക്ക് എനിക്ക് എപ്പോഴും പാകമായിട്ട് തോന്നിയിട്ടുള്ള മധുരത്തിൻ്റെ അളവ്. അപ്പോൾ നിങ്ങൾ ഇട്ട് നോക്കിയിട്ട് മിക്സ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എക്സ്ട്രാ ശർക്കര ചേർത്ത് കൊടുത്താൽ മതിയാകും. ആദ്യം തന്നെ നമ്മൾ ഒരുപാട് ശർക്കര ചേർത്ത് കൊടുത്താൽ പിന്നെ വീണ്ടും അരിയൊക്കെ പൊടിക്കാൻ നിൽക്കണം. അപ്പോൾ അതിനേക്കാളും നല്ലത് ആദ്യം കുറച്ച് ശർക്കര ചേർക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതിയാകും. നമുക്ക് മാറ്റി വയ്ക്കാം. 3 ടേബിൾ സ്പൂണാണ് ഞാൻ ഇതിൽ നിന്ന് എടുക്കാൻ പോകുന്ന അളവ് കേട്ടോ. നമ്മുടെ അരി ഇങ്ങനെ ചൂടാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓത്തൻറ്റിക് റെസിപ്പിയിൽ അരി മാത്രമേ ഉപയോഗിക്കുള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അമ്മയൊക്കെ അരി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഉപയോഗിക്കാറുണ്ട്. ഒരു 10 അണ്ടിപ്പരിപ്പ് ഇതുപോലെ തന്നെ ജസ്റ്റ് എണ്ണയൊന്നും ഇല്ലാണ്ട് നെയ്യൊന്നും ചേർക്കാണ്ട് വെറുതെ ഒന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ്. അത് പക്ഷേ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. പക്ഷേ നമ്മുടെ അരി ഉണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റ് കൂടും. അതിനുവേണ്ടി മാത്രമാണ് ഇവിടെ 10 അണ്ടിപ്പരിപ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കപ്പലണ്ടി വേണമെങ്കിൽ ഉപയോഗിക്കാം. മാത്രമല്ല നിങ്ങൾക്ക് എന്ത് ചേഞ്ചസ് വേണമെങ്കിലും ഇതിലോട്ട് വരുത്താം. കാരണം എന്ത് നട്ട്സ് വേണമെങ്കിലും ഫ്രൈ ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡേറ്റ്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓത്തൻറ്റിക് റെസിപ്പി എന്ന് പറയുകയാണെങ്കിൽ ഇതൊന്നുമില്ല. വെറുതെ ഈ ശർക്കരയും തേങ്ങയും അതേപോലെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന അരി മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6-7 ടേബിൾ സ്പൂൺ ചിരകിയ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ. അത് തണുപ്പില്ലാത്ത തേങ്ങ ആയിരിക്കും, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇതിൻ്റെ തണുപ്പൊക്കെ മാറ്റി എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയാണിത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നിങ്ങൾ ചെറുപ്പത്തിലേക്ക് എത്ര പേര് കഴിച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ അരിയൊക്കെ വറുത്തിട്ട് ഈ 4 മണി സമയത്ത് വേറെ ഒരു സ്നാക്കും കഴിക്കാനില്ലാത്തപ്പോൾ അമ്മ കട്ടൻ ചായയുടെ ഉള്ളിൽ ഈ അരി വറുത്തിട്ട് ഇട്ട് എത്ര പേര് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കമൻ്റായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണല്ലോ. ഇത് ഇന്നത്തെ പിള്ളേർക്ക് ഇതൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല. അവർക്ക് ചോക്കോ പോപ്സും അല്ലെങ്കിൽ പിസയും അങ്ങനെ ബർഗറും എന്നല്ലാതെ ഇതൊന്നും ഈ അമ്മ അരി വറുത്ത് കഴിക്കുക എന്നാണ് എൻ്റെ മക്കൾ പറയുന്നത്. അവർക്കതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ അരി വറുത്തിങ്ങനെ കഴിക്കുന്ന ടേസ്റ്റ്
പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്താ പറയുക, പുളിങ്കുരു വറുത്ത് കഴിക്കുക അല്ലേ, അതൊക്കെ എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകളില്ല. എനിവേ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കടമാവും, വേണ്ട വിടാം. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ഞാൻ കൊണ്ടുവരാം കേട്ടോ. ഇതാ ഞാനിവിടെ നമ്മുടെ അരി നന്നായിട്ട് തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ തരിതരിയായിട്ട് വേണ്ട, ചിലർ തരിതരിയായിട്ടാണ് ചെയ്യാറുള്ളത്, പക്ഷേ എനിക്ക് നല്ല നൈസായിട്ടുള്ള പൊടിയാണ് ഇഷ്ടം. അപ്പോൾ ഈ പൊടി നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ അണ്ടിപ്പരിപ്പ് പൊടിക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഞാൻ പൊടിച്ചിട്ട് കൊണ്ടുവരാമേ. അണ്ടിപ്പരിപ്പും ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ ഇട്ട് പൊടിച്ചാൽ മതി, ഞാൻ മറന്നുപോയതാണ്. അണ്ടിപ്പരിപ്പ് പൊടിച്ചത് ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിർബന്ധങ്ങളൊന്നുമില്ല, പക്ഷെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അരി കൊണ്ടിട്ട് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ച് ഓരോന്ന് കാര്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും കേട്ടോ. ഇപ്പോൾ അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇടണ്ട, ഒരു കുഴപ്പമില്ല. പിന്നെ ചേച്ചി പറഞ്ഞോന്ന് വെച്ചിട്ട് നിർബന്ധമൊന്നുമില്ല, ഞാൻ പറഞ്ഞു. അപ്പോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെയിം ഈ ജാറിൽ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ശർക്കര 3 ടേബിൾ സ്പൂൺ. എൻ്റെ ഒരു അളവാണ് കേട്ടോ, ഞാൻ എപ്പോഴും ഉണ്ടാക്കും ഈ ഒരു അളവാണ് ഫോളോ ചെയ്യാറുള്ളത്. 3 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ എന്ത് മധുരമുള്ള ഐറ്റംസ് ഉണ്ടാക്കുകയാണെങ്കിലും ഒരു അല്പം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാലാണ് ആ മധുരം ബാലൻസ് ചെയ്തിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 6 ടേബിൾ സ്പൂണോളം തേങ്ങ, നാളികേരം. ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കി കൊണ്ടുവരാം. ഒരുപാട് അങ്ങ് അരച്ചെടുക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് നനഞ്ഞ് വരും. അതായത് ഈ തേങ്ങയും ശർക്കരയും കൂടെ ചേർന്ന് മിക്സ് ആകുമ്പോൾ ഒരു നനഞ്ഞ പോലെ വരും. അത് നമ്മുടെ ഈ പൊടിയിലോട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കൈ കൊണ്ട് പിടിച്ചെടുക്കാൻ പാവും. അതുകൊണ്ടാണ് നമ്മൾ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് അടിച്ചെടുത്തിട്ട് ഞാൻ കൊണ്ടുവരാം. അപ്പോൾ അതേ ഈ ശർക്കരയും തേങ്ങയും കൂടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മുടെ ഈ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പൊടിയൊക്കെ വെച്ചിരിക്കുന്നതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞൊരു നനവ് വേണ്ട, ആ തേങ്ങയും ശർക്കരയും കൂടി മിക്സ് ചെയ്തപ്പോൾ നന്നായിട്ടൊന്ന് നനഞ്ഞ് വന്നിട്ടുണ്ട്. അത് ഈ പൊടിയിലോട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഉരുളകളാക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം ഒരല്പം നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നെയ്യിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ചിലർ ഇതിൽ ഏലക്കപ്പൊടി ചേർക്കാറുണ്ട്, ഞാൻ പക്ഷേ ഏലക്ക പ്രിഫർ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം ഏലക്കപ്പൊടി ഈ സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷേ എനിക്കിപ്പോൾ ഒരു വെള്ളത്തിൻ്റെയോ അല്ലെങ്കിൽ നെയ്യിൻ്റെയോ ആവശ്യമില്ല. കാരണം നമ്മളിങ്ങനെ ഉരുട്ടാൻ പറ്റുന്നുണ്ട്, അത്രയും വെള്ളത്തിൻ്റെ നനവുണ്ട് ഇതിൽ. അപ്പോൾ അത് ഒരു തേങ്ങ അനുസരിച്ച് മാറ്റം വരും. നല്ല തേങ്ങയാണെന്നുണ്ടെങ്കിൽ വേറെ എക്സ്ട്രാ ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അഥവാ ഇതുപോലെ പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഒന്നും ഇല്ലെങ്കിൽ ഇച്ചിരി തിളപ്പിച്ചാറി വെള്ളം ഒഴിച്ചാലും മതിയാവും. ഒരുപാടൊന്നും ഒഴിക്കരുത് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയാണ് നമ്മുടെ കൊല്ലത്തൊക്കെ ഉള്ള റെസിപ്പി. ഈ ആ ഒരു ഉണ്ടകളാക്കില്ല, ഇത്രയോടുകൂടി ആ പ്രോസസ്സ് നിർത്തും. അതിന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പറയുന്ന പേര് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഞാൻ മറന്നുപോയി, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൊല്ലത്തുള്ള ഷാഹിന സാബു എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചത്, ചേച്ചി കുച്ചരി കഴിച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേര് മങ്കരിപ്പൊടി എന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ദൈവം ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടില്ലല്ലോ. എന്നിപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ പറ്റുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് റെസിപ്പി ഷെയർ ചെയ്യുമെന്ന് ചോദിച്ചു. അങ്ങനെ റെസിപ്പി പറഞ്ഞു തന്നപ്പോൾ ഇതാണ് സംഭവം. നമ്മൾ ഉണ്ടയാക്കുന്നതിന് പകരമായിട്ട് ഇത് വരെയുള്ളൂ അവരുടെ റെസിപ്പി. അപ്പോൾ മങ്കരിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൊല്ലംകാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് വേറെ പേര് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അരി ഉണ്ടാന്ന് പറയും. അപ്പോൾ പുതിയ പുതിയ അറിവുകളാണ് എനിക്ക്. നിങ്ങളുടെ നാട്ടിൽ വേറെ പേരുകളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാൻ മറക്കരുത്, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇത്ര ആയല്ലോ. ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കി അങ്ങ് ഉരുട്ടിയെടുക്കണം. അപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, പണ്ടൊക്കെ വലിയ ഉരുളകളായിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഞാനൊക്കെ കുഞ്ഞു ഉരുളകളായിട്ട് ഉരുട്ടാനാണ് ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ കുഞ്ഞു മക്കളെ കൊണ്ട് ഇതേപോലെ ഉരുളകൾ പിടിപ്പിക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ഉരുളകളാക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം കൈ കുറച്ചൊന്ന് നനയ്ക്കുക. അതിനുശേഷം ഇതേപോലെ ഉരുട്ടിയാലും മതിയാകും. പക്ഷേ എനിക്ക് എപ്പോഴും പ്രശ്നം തോന്നാറില്ല, ഇതേപോലെ ഉരുട്ടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ കുഞ്ഞു ഉരുളകളാക്കിയിട്ട് നമുക്കങ്ങ് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇത് ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോഴേക്കും കുറച്ചും കൂടെ കട്ടി വരാൻ തുടങ്ങും. പിന്നെ പുറത്ത് വെച്ചാലും കേടാവില്ല. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കണം ഒരു നിർബന്ധമില്ല. പിന്നെ മാത്രമല്ല ഇതൊന്നും ഒരുപാട് ദിവസം ഇരിക്കുന്ന ഒരു സംഭവമല്ല. കാരണം മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ കഴിച്ചു തീർക്കും. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസി കൂടും. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉരുള കുറച്ചായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കുക. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അപ്പോൾ നമുക്ക് വെള്ളം കുടി ഇല്ലാത്തവർക്ക് ഇതുപോലെ ഉള്ള സംഭവങ്ങൾ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നല്ലോണം വെള്ളം
വെള്ളം കുടിക്കാൻ പറ്റും. അപ്പോൾ ഒരു വെടിക്ക് 2 പശി അല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് ബാക്കിയുള്ളതും കൂടെ അങ്ങ് റെഡിയാക്കാം. ഒരു കാര്യം പറയാൻ മറന്നുപോയി, നിങ്ങളിത് മിക്സ് ചെയ്ത ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മധുരം ഉണ്ടോ എന്ന് നോക്കണേ. മധുരം കുറവാന്ന് തോന്നുന്നെങ്കിൽ കുറച്ചും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ശർക്കര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതാ അപ്പോൾ ഞാൻ ഉണ്ട എല്ലാം ഉരുട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു അളവിൽ 20 ചെറിയ അരി ഉണ്ടയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ വലിയതായിട്ട് ഉരുട്ടുകയാണെന്നുണ്ടെങ്കിൽ 20 എണ്ണം കിട്ടില്ല, ഒരു 10-12 എണ്ണേ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഉരുട്ടിയാൽ മതി. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഒരെണ്ണം ഞാൻ കഴിക്കട്ടെ. നല്ല സോഫ്റ്റാണ്, മട്ടിക്കുന്ന മധുരവും ഇല്ല, കറക്റ്റ് മധുരമാണ്. 3 ടേബിൾ സ്പൂൺ ശർക്കര എന്ന് പറയുന്നത്. അതേസമയം നിങ്ങൾക്ക് മധുരം വേണമെന്ന് കൂടുതൽ തോന്നുകയാണെങ്കിൽ എക്സ്ട്രാ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. കുട്ടികളുടെ അടുത്തും അഭിപ്രായം ചോദിച്ച് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്